സർ, നമ്മള് ഇപ്പൊ പ്രബുദ്ധരാണല്ലോ, മലയാളികൾ പ്രബുദ്ധരാണല്ലോ. പക്ഷെ പ്രബുദ്ധ മലയാളിക്ക് രാഷ്ട്രപിതാവായിരുന്നോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരെന്നോ രാഷ്ട്രപതി ആരെന്നോ ഇതൊന്നും അറിയാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ GST പരിഷ്കരണം എന്നുള്ളതും. ഈ GST പരിഷ്കരണം എന്ന് കേൾക്കുമ്പോൾ സത്യത്തിലും നമ്മുടെ നാട്ടിൽ ഇന്ന് മെസ്സി വരുമോ എന്നുള്ള ചർച്ചയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് GST എന്നുള്ളതും എന്താണ് ഈ പരിഷ്കരണം വന്നതുകൊണ്ട് ഈ നാടിന് എന്താണ് ഗുണം എന്നുള്ളത് ചർച്ച ചെയ്ത് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ നാട് എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സാർ, ആദ്യം തന്നെ നമുക്ക് എന്താണ് സാർ GST എന്നുള്ളത് പ്രബുദ്ധ മലയാളിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ സാർ? അതെ അതെ. അതായത് GST എന്ന് പറയുന്ന ഈ നികുതി വരുന്നതിന് മുൻപ് ഇന്ത്യയില് ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് അത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അയച്ച് അത് കടകളിൽ എത്തിച്ച് വിൽക്കണമെങ്കിൽ 40-ലധികം നികുതികൾ കൊടുക്കണമായിരുന്നു. നിരവധി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നുപോയി, നിരവധി പ്രദേശങ്ങളിലൂടെ കടന്നുപോയി അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വളരെയേറെ കാലതാമസം വരുമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബാംഗ്ലൂരിൽ നിന്ന്, അല്ല കേരളത്തിലെ ഉദാഹരണം പറയാം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു സാധനം കോഴിക്കോടേക്ക് എത്തണമെങ്കിൽ എന്ന് പറയുമ്പോൾ ആശയക്കുഴപ്പം വരും. കാരണം അതൊരു നമുക്കുള്ള ഒരു ഉദാഹരണമാണ്. ശരിക്കും ഓൾ ഇന്ത്യ തലത്തിൽ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് 521 കിലോമീറ്റർ, അത്രയും ദൂരം ഒരു സാധനം എത്തണമെങ്കിൽ പഴയ കാലത്ത് GST വരുന്നതിന് മുമ്പ് എടുക്കുന്ന സമയത്തേക്കാൾ എളുപ്പത്തിൽ ബാംഗ്ലൂരിൽ നിന്നും ലണ്ടനിലേക്ക് അത് അയച്ചിട്ട് ലണ്ടനിൽ നിന്ന് ഹൈദരാബാദിലേക്ക് അയച്ചാൽ എത്തുമായിരുന്നു. ബാംഗ്ലൂർ ടു ലണ്ടൻ, ലണ്ടൻ ടു ഹൈദരാബാദ് ഒരാഴ്ച കൊണ്ടെത്തും. എന്നാൽ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഒരു മാസം എടുക്കുമായിരുന്നു. കാരണം 40ഓളം ചെക്ക് പോസ്റ്റുകൾ, അവിടെയെല്ലാം കൊടുക്കേണ്ട നികുതികളുടെ നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇതുമൂലം നികുതി വളരെയേറെ കൂടുമായിരുന്നു, കാലതാമസം വളരെയേറെ കൂടുമായിരുന്നു, അഴിമതികൾ ധാരാളമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് ഒരു പ്യൂണായിട്ട് ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ 1 കോടി മുതൽ 2 കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കണമായിരുന്നു സ്ഥലം മാറ്റം കിട്ടാൻ. വാളയാർ ചെക്ക് പോസ്റ്റ് തമിഴ്നാടിനും കേരളത്തിനും ഇടയ്ക്കുള്ള ചെക്ക് പോസ്റ്റ് ആണ്. അങ്ങനെയുള്ള 580 ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ചെക്ക് പോസ്റ്റിലെ പ്യൂണാണ്, അതിന് മുകളിൽ എത്രയും ആൾക്കാരുണ്ട്, ഏറ്റവും കുറഞ്ഞ ആളാണ് പ്യൂണ്. ഈ പ്യൂണിന്റെ കൈക്കൂലി, പ്യൂണിന് അവിടെ ഒരു കൊല്ലം നിയമനം കിട്ടണമെങ്കിൽ, ഒരു കൊല്ലത്തേക്ക് നിയമനം കിട്ടണമെങ്കിൽ 1.5 കോടി 2 കോടിയായിരുന്നു കൈക്കൂലി കൊടുക്കേണ്ടത്. അപ്പൊ എത്ര കോടിയായിരിക്കും പ്യൂണിന്റെ വരുമാനം, കൈക്കൂലി വരുമാനം? പ്യൂണിന് അത്രയുമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കൈക്കൂലി എത്രയായിരുന്നു? ഇതെല്ലാം ഈ GST വന്നതോടെ ഇല്ലാതായി. 580 ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധന സാമഗ്രികൾ എത്തിക്കാനുള്ള സമയം വളരെയേറെ കുറഞ്ഞു. പിന്നെ 40-ലധികം നികുതികളെല്ലാം പോയി ഒറ്റ നികുതിയായി മാറി. അതാണ് ഗുഡ്സ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന GST.